ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ജിറാഫ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ജിറാഫ് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ പാറ്റേൺ ഫർ വാങ്ങുന്ന കടയിൽ വാങ്ങാൻ കിട്ടും. പാറ്റേൺ ഉണ്ടെങ്കിൽ ഇതേപോലെ തയ്ക്കാൻ പറ്റും. പോമറേനിയൻ ഡോഗ്, പാരറ്റ്, ടെഡി ബിയർ ഇതെല്ലാം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നിങ്ങൾ കാണണം. ഇനി വീഡിയോയിലോട്ട് കടക്കാം. ഇതാണ് ജിറാഫിൻ്റെ ബോഡി പാർട്ട്. ഇതുപോലത്തെ രണ്ട് പാർട്ട് വെട്ടണം. ഒന്ന് ഇതേപോലെ വെച്ച് വരയ്ക്കണം, ഒന്ന് മറിച്ച് വെച്ച് വരയ്ക്കണം. ഇത് ഇൻസൈഡ് പോർഷൻ. ഇത് ഫറിൽ രണ്ടെണ്ണം വെട്ടണം. ഒന്ന് ഇതേപോലെ വെച്ച് വരയ്ക്കണം, ഒന്ന് മറിച്ച് വെച്ച് വരയ്ക്കണം. ഇത് ഗസറ്റ്, ഹെഡിന് നടുക്കായിട്ട് വെച്ച് തയ്ക്കാനുള്ളതാണ്. അതൊന്ന് ഫറിൽ വെട്ടണം. ഹോൺ, ഇത് ബ്രൗൺ ഫെൽറ്റിൽ വെട്ടണം. ഇത് ടെയില് ഫറിൽ വെട്ടണം. ഫുട്ട് പാഡ്, ഇത് ഫറിൽ 4 എണ്ണം വെട്ടണം. ഇയർ 2 പീസ് ഫറിലും വെട്ടണം, 2 പീസ് ബ്രൗൺ ഫെൽറ്റിലും വെട്ടണം. ഇതാണ് ജിറാഫിൻ്റെ ഫർ. ഇതേപോലത്തെ ഫർ വാങ്ങിച്ച് ജിറാഫ് തയ്ക്കണം. ഇത് ഞാൻ 10-15 വർഷത്തിന് മുമ്പേ വെട്ടി വെച്ചതാണ്. ഇതുപോലത്തെ ഫർ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് വെട്ടി കാണിക്കാൻ പറ്റില്ല. ഞാൻ ഇത് വെച്ച് കാണിച്ച് പറഞ്ഞുതരാം. ഫർ ഇതേപോലെ ചീത്ത വശം മുകളിലാക്കിയിടണം. പാറ്റേണിൻ്റെ പുറത്ത് വെച്ച് വരച്ച് വെട്ടിയെടുക്കണം. ഒന്ന് ഇതേപോലെ വെച്ച് വരയ്ക്കണം, ഒന്ന് തിരിച്ച് വെച്ച് വരയ്ക്കണം. നല്ല തയ്ക്കുമ്പോൾ നല്ല സൈഡും വെച്ച് തയ്ക്കാൻ പറ്റും. രണ്ടും ഒരേപോലെ വെച്ച് വരച്ചാൽ നല്ല സൈഡും തയ്ക്കാൻ പറ്റില്ല. ബോഡി പാർട്ടിൻ്റെ 2 പീസ് ഇതേപോലെ വെട്ടിയെടുക്കണം. ഒന്ന് ഇതേപോലെ ഇട്ടി, ഒന്ന് ഇതേപോലെ ഇട്ടി. ഇനി ഇൻസൈഡ് പോർഷൻ ഇതേപോലെ വെച്ച് വരച്ച് വെട്ടിയെടുക്കണം. അത് ഒരെണ്ണം ഇതേപോലെ വെച്ച് വരയ്ക്കണം, ഒരെണ്ണം മറിച്ച് വെച്ച് വരയ്ക്കണം. അങ്ങനെ 2 എണ്ണം വരയ്ക്കണം. അങ്ങനെ ഇതേപോലത്തെ 2 എണ്ണം വെട്ടിയെടുക്കണം. ടെയില് ഇതേപോലെ വെച്ച് വരച്ച് വെട്ടിയെടുക്കണം. ഫോണിന് ഇതേപോലത്തെ ബ്രൗൺ ഫെൽറ്റ് എടുത്ത് 2 എണ്ണം വെട്ടണം. ഇയറിന് 2 എണ്ണം വെട്ടണം. ഇതേപോലെ വെച്ച് 2 എണ്ണം വെട്ടിയെടുക്കണം. ഇതേപോലത്തെ ഫെൽറ്റിൽ 2 എണ്ണം വെട്ടണം. എന്നിട്ട് ഇയറിൽ 2ഉം കൂടെ ചേർത്ത് വെച്ച് തയ്ക്കണം. ഇത് ഗസറ്റ് പീസ്, അത് ഇതേപോലെ വരച്ച് വെട്ടിയെടുക്കണം. ഫുട്ട് പാഡ് ഇതേപോലെ 4 എണ്ണം വെട്ടണം. ഇതേപോലെ വെച്ച് വെട്ടിയെടുക്കണം. അത് ഫറിൽ തന്നെ വെട്ടണം. പിന്നെ ഫെൽറ്റിൽ ഇതേപോലെ ഒരു പീസ് വെട്ടിയെടുക്കണം. ഇത് ബോഡി പാർട്ടിൽ ഈ ഇൻസൈഡ് പോർഷൻ യോജിപ്പിച്ച് തയ്ക്കണം. ഇത് മുതൽ ഇതുവരെ തയ്ക്കണം. ഇത് മുതൽ ഇതുവരെ തയ്ച്ച് ഇതുവരെ തയ്ക്കണം. ഇത് മുതൽ ഇതുവരെ തയ്ക്കണം. ഇതേപോലത്തെ മെഷീൻ നൂലിട്ട് തയ്ക്കാം. ഈ കളറായാലും മതി. ഇപ്പോൾ 2 പീസും ജോയിൻ ചെയ്തു. ഫർ തികയാത്തത് കൊണ്ട് ഞാൻ 2 പീസ് വെട്ടിയെടുത്ത് ചേർത്ത് തയ്ച്ചതാണ്. ഇനി ഇവിടെ മുതൽ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അതുവരെ ചേർത്ത് തയ്ക്കാം. 2 പീസും കൂടെ ചേർത്ത് തയ്ക്കാം. ഇത് മുതൽ ഇതുവരെ തയ്ച്ചു. ഇവിടെയാണ് നോസ് വയ്ക്കുന്നത്. അവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. നോസ് വെച്ചതിൻ്റെ നേരെ ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 പീസും കൂടെ ചേർത്ത് വയ്ക്കാം. ഇനി ഈ ഗസറ്റ് പീസ് എടുത്തിട്ട് വീതി കുറഞ്ഞ ഭാഗം ഫ്രണ്ടിലും ഈ നോസ് വരുന്ന ഭാഗത്തും വീതി കൂടിയ ഭാഗം ബാക്കിലും ആക്കി തയ്ക്കാം. എന്നിട്ട് 2 സൈഡും ചേർത്ത് തയ്ക്കാം. ആദ്യം ഗസറ്റ് പീസിൻ്റെ ഒരു സൈഡ് ബാക്കിൽ യോജിപ്പിക്കാം. ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ ഗസറ്റ് പീസ് ചേർത്ത് അവിടെ ഒരു കെട്ടിട്ട് കൊടുത്തു. ഇനി ഈ ഭാഗം നോസ് വരുന്ന ഭാഗത്തായിട്ട് ചേർത്ത് കെട്ടിട്ട് കൊടുക്കാം. ഇനി ഇവിടെ മുതൽ ഇതുവരെ തയ്ക്കാം. ഇവിടെ മുതൽ ഇതുവരെ തയ്ക്കാം.
ഇപ്പോൾ ഗസറ്റ് പീസ് വെച്ച് രണ്ട് സൈഡും തയ്ച്ചു. ഇനി ഇത് മുതൽ ഇതുവരെ തയ്ക്കാം. ഇപ്പോൾ ഇത് മുതൽ ഇതുവരെ തയ്ച്ചു. ഇനി ഈ ഭാഗത്ത് ബ്രൗൺ ഫെൽറ്റ് വെച്ച് തയ്ക്കാം. ഇതേപോലെ ഒരു പീസ് വെട്ടിയെടുക്കണം. നടുക്ക് 1.5 ഇഞ്ച് വീതി വരണം. മുകൾ ഭാഗത്ത് 1/2 ഇഞ്ച് വീതിയിൽ വെട്ടണം. താഴ്ഭാഗത്ത് 1/2 ഇഞ്ച് വീതിയിൽ വെട്ടണം. ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെട്ടണം. ഇനി ഇതിനെ നല്ല സൈഡ് അകത്താക്കിയിട്ട് ഈ 2 പീസിലും കൂടെ വെച്ച് തയ്ക്കണം. ഒരു ഭാഗം ഈ പീസിലും ഈ ഭാഗം ഈ പീസിലും വെച്ച് ഇതുവരെ യോജിപ്പിച്ച് തയ്ക്കണം. ഇപ്പോൾ ഈ പീസ് 2 ഭാഗവും ചേർത്ത് തയ്ച്ചു. ഇനി 4 ലെഗിലും ഫുഡ് പാഡ് വെച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ച് 4 സൈഡും തയ്ക്കാം. ഇപ്പോൾ 4 ലെഗിലും ഫുഡ് പാഡ് തയ്ച്ചു. ഇനി ഇയർ പീസ് വയ്ക്കാം. ഇതേപോലെ നല്ല സൈഡ് രണ്ടും ചേർത്ത് വെച്ചിട്ട് ഇവിടെ ഒരു കെട്ടിടണം, ഇവിടെ ഒരു കെട്ടിടണം, ഇവിടെ ഒരു കെട്ടിടണം. എന്നിട്ട് ഇത് വന്നിട്ട് ഇതുമായിട്ട് തയ്ക്കാം. അതേപോലെ ഈ ഇയറും തയ്ക്കാം. ഇപ്പോൾ ഇയർ പീസ് രണ്ടും തയ്ച്ചു. ഇനി ടെയിൽ തയ്ക്കാം. ഇതേപോലെ മടക്കിയതിന് ശേഷം ഇവിടെ ഒരു കെട്ടിടണം, ഇവിടെ ഒരു കെട്ടിടണം. എന്നിട്ട് ഇവിടെ മുതൽ ഇതുവരെ തയ്ക്കാം. ഇപ്പോൾ ടെയിൽ തയ്ച്ച് കഴിഞ്ഞു. ഇനി നൂത്തെടുക്കണം. ഇതേപോലെ നൂത്തെടുക്കുക. ഇനി ഹോൺ തയ്ക്കാം. പിന്നെ ഇതിനെ നല്ല സൈഡ് അകത്താക്കിയിട്ട് ഇത് മുതൽ ഇതുവരെ തയ്ക്കണം. 2 പീസും അതേപോലെ തയ്ക്കാം. ഇപ്പോൾ 2 ഹോണും തയ്ച്ച് കഴിഞ്ഞു. ഇനി ടെയിലിനകത്ത് കുറച്ച് കോട്ടൺ വെച്ച് കൊടുക്കാം. ഇനി ഈ ബ്രൗൺ ഫെൽറ്റ് വെച്ച് തയ്ച്ചതിൻ്റെ ഈ ഭാഗത്തായിട്ട് ടെയിൽ വയ്ക്കാനുള്ളത്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റിച്ച് ഇടാം. സ്റ്റിച്ച് ഇട്ടിട്ട് ടെയിൽ വയ്ക്കാം. ഇപ്പോൾ ഈ ഭാഗം രണ്ടും കൂടെ ചേർത്ത് തയ്ച്ചു. ഇനി ടെയിലിൻ്റെ ഈ സ്റ്റിച്ച് വരുന്ന ഭാഗം താഴ്ഭാഗത്തും ഈ ഭാഗം മുകളിലുമായിട്ട് തയ്ക്കണം. ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം ഇവിടെ ഒരു സ്റ്റിച്ച് ഇടണം. ബ്രൗൺ ഫെൽറ്റിൻ്റെ നടുക്കായിട്ട് ഒരു സ്റ്റിച്ച് ഇടണം. എന്നിട്ട് റൗണ്ട് ചെയ്ത് തയ്ക്കണം. ഫുൾ ടെയിൽ വെച്ചു. ഇങ്ങനെ മറിച്ചെടുക്കുക. ഇതേപോലെ വരണം ടെയിൽ. പിന്നെ ഇതിനകത്ത് ഇതുപോലെ കമ്പി വളച്ച് വെച്ച് കൊടുക്കണം. ഈ 2 അറ്റവും ഇതേപോലെ മടക്കണം. അല്ലെങ്കിൽ ഇത് ഫറിൽ തൊടുത്തി കീറിപ്പോവും. 2 സൈഡും ഇതേപോലെ ആക്കണം. എന്നിട്ട് ഇതേപോലെ വളച്ചിട്ട് വയ്ക്കണം. ബാക്കിൽ നീളം കുറഞ്ഞതും ഫ്രണ്ടിൽ നീളം കൂടിയതും വയ്ക്കണം. ഇത് വെച്ചതിന് ശേഷം കോട്ടൺ നിറച്ച് കൊടുക്കണം. എല്ലാ ഭാഗത്തും കോട്ടൺ നിറയ്ക്കണം. ഇനി ഫ്രണ്ടിലെങ്കിലും ഇതേപോലെ ഒരു കമ്പി വളച്ച് വെച്ച് കൊടുക്കുക.
ഇനി ഇതിലും കോട്ടൺ നിറച്ച് കൊടുക്കുക. ഇനി ഇതേപോലത്തെ ഐസും ഇതേപോലത്തെ നോസും വെച്ച് കൊടുക്കുക. നോസ് ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കുക. അതിവിടെ ഒരു ഹോളിടാം. അതുപോലെ ഫെവിക്കോൾ വെച്ചതിന് ശേഷം ഇവിടെ ആയിട്ട് വയ്ക്കാം. ഇനി ഇവിടെ ആയിട്ടായി വെച്ച് കൊടുക്കുക. ഇവിടെ വരായി ഇവിടെ വരായി ഹോളിട്ടിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു ഹോളിട്ട് കത്രിക കൊണ്ട് ചെറുതായിട്ട് ഹോളിടാം. ഇനി അതുപോലെ ഫെവിക്കോൾ വെച്ചതിന് ശേഷം ഈ ഹോളിനകത്തോട്ട് വയ്ക്കാം. ഇതുപോലെ ഇതിലും വയ്ക്കാം. ഇതേപോലെ 2 ഐസും വയ്ക്കണം. ഈ ഭാഗത്ത് കോട്ടൺ നിറച്ച് കൊടുക്കണം. ഈ കഴുത്തിൽ ഇത് മുതൽ ഇതുവരെ ഒരു കമ്പി വെച്ച് കൊടുക്കണം. ഇനി ഇതിനകത്ത് കോട്ടൺ നിറച്ച് കൊടുക്കാം. ഇപ്പോൾ കോട്ടൺ നിറച്ചു. ഇനി ഇത് മുതൽ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഭാഗം ഇവിടെ മുതൽ ഇതുവരെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇവിടെ ഈർ വെച്ച് കൊടുക്കാം. ഇതിനെ മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് കോട്ടൺ വെച്ച് കൊടുക്കുക. ഇനി ഇവിടെ മുതൽ ഇതുവരെ സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ 2 ഇയറിൻ്റെ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തു. ഇനി ഈ ഭാഗത്തായിട്ട് ഈർ വെച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പോൾ ഈർ വെച്ചു. ഇനി ഇവിടെ ആയിട്ട് ഹോൺ വെച്ച് കൊടുക്കുക. ഇനി ഈ ഹോണിനെ തിരിച്ചെടുക്കുക. തിരിച്ചെടുത്തിട്ട് കോട്ടൺ നിറയ്ക്കാം. ഇതിനകത്ത് കുറച്ച് കോട്ടൺ വയ്ക്കാം. ഇതിലും കോട്ടൺ വയ്ക്കാം. ഇപ്പോൾ ഇതിൽ കോട്ടൺ നിറച്ചു. ഇനി ഇതിനെ ഇതേപോലെ തയ്ക്കാം. ഇതേപോലെ ഇതും തയ്ക്കാം. ഇനി ഇവിടെ ആയിട്ട് ഒരു ഹോൺ വെച്ച് കൊടുക്കാം. ഇവിടെ ഒരു ഹോൺ വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 ഹോണും വെച്ചു. ഇപ്പോൾ ജിറാഫ് റെഡിയായി. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതേപോലെ ഉണ്ടാക്കി നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതും കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും താങ്ക് യു.